രജിഷ. അപ്പോൾ രജിഷ എന്ന് മുതലാണ് ഈ ഒരു സിനിമ രജിഷയ്ക്ക് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ സിൽവർ സ്ക്രീൻ രജിഷയ്ക്ക് പറ്റുമെന്ന് തോന്നി തുടങ്ങിയത്? അങ്ങനെ എനിക്ക് പറ്റുമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ദ തിങ് ഈസ്, ചെറുപ്പം തൊട്ടേ എവിടെയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എനിക്കറിയുന്ന എല്ലാ മലയാളികൾക്കും ഓൾമോസ്റ്റ് സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ്. അത് മേ ബി നമുക്കൊരു സിനിമ കാണുമ്പോൾ ഇഷ്ടമാവുന്നതായിരിക്കും, ഒരു ക്യാരക്ടറിനെ ഒരു ആർട്ടിസ്റ്റ് പോർട്രേ ചെയ്യുന്ന കാണുമ്പോഴായിരിക്കും. അപ്പം എന്നെക്കൊണ്ടും അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചെറുപ്പത്തിലൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് എന്താ, നമ്മൾ എന്ന് പറയുമ്പം ഒരു നായികയാവണമെങ്കിൽ അത്രയും ഭംഗി ആൻഡ് ചെറുപ്പത്തിൽ നമ്മളെ കാണാൻ അത്യാവശ്യം നല്ല ബോറാണല്ലോ. സോ ഒരിക്കലും അതൊന്നും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആൻഡ് ഐ നെവർ തോട്ട് ഐ ക്യാൻ ബി എൻ ആർട്ടിസ്റ്റ്. ദോ ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ അത്യാവശ്യം തിയേറ്ററിലും ഡാൻസിലും അങ്ങനത്തെ എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആണെങ്കിൽ പോലും അഭിനയം ചിലപ്പോൾ എനിക്ക് വഴങ്ങും എന്ന് ഞാൻ അങ്ങനെ ഒരു ഉറപ്പിച്ച് വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആങ്കറിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് റോൾസ് ഇങ്ങനെ ഓഫേഴ്സ് വന്നു തുടങ്ങിയായിരുന്നു. ബട്ട് ഐ ഓൾവേസ് തോട്ട് കി എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് കരിയർ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വിത്ത് എ ഗുഡ് റോൾ. അതായത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒറ്റ സിനിമയാണെങ്കിലും നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ പലപ്പോഴും ആക്ഷനും കട്ടിനോടൊക്കെയാണല്ലോ നിങ്ങളുടെ പലപ്പോഴും സിനിമ എന്നുള്ള ഒരു വ്യവസായം തന്നെ. എന്താണ് ആക്ഷനും കട്ടിനും ഇടയ്ക്കാണല്ലോ സിനിമ. അതെ അതെ അതെ. ആക്ഷന് മുമ്പുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് താങ്കളുടെ? ഞാൻ തന്നെയാണ്. എനിക്ക് അങ്ങനെ, പക്ഷേ എന്ന് വെച്ചിട്ട് അതായത് സിനിമയുടെ ആക്ഷന് തൊട്ട് മുമ്പാണെങ്കിൽ ഐ എം നോട്ട് എ സ്പോണ്ടേനിയസ് ആക്ടർ. ഞാനിപ്പം ചില സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ വരും. അല്ലാണ്ട് ഒരു ഭയങ്കര ഇമോഷണലി ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മേജർ സീൻസൊക്കെ എനിക്ക് വന്ന് ചിലർ പറയുന്നേക്കാം മോഹൻലാലൊക്കെ ലാലേട്ടനൊക്കെ ഇങ്ങനെ സ്ക്രീനിലൊന്ന് ആക്ഷൻ പറഞ്ഞാൽ പുള്ളി എപ്പം മാറുന്നു. അത് ഒന്ന് എക്സ്പീരിയൻസും ഉണ്ട്, അത് വേറെ കാര്യം. ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ടൈം വേണം. ഞാൻ അതിനെക്കുറിച്ച് അതിന് മുമ്പ് നടന്ന സീൻ എന്താ, ഇപ്പോൾ വരുന്നത് എന്താ, ഇനി വരാൻ പോകുന്നത് എന്താ, ആ ഒരു മൂഡിലേക്ക് വന്നിട്ട് ആക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. കുറച്ചും കൂടെ ഒരു മെത്തേഡ്, അങ്ങനെ വലിയ സംഭവമായിട്ട് പറയില്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒരു മെത്തേഡ് ആക്ടിങ് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഒരു ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ 2 ഉത്തരവാദിത്തങ്ങളാണ് രജിഷിക്കേണ്ടത്. ഒന്നത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, രണ്ടാമത്തത് ആദ്യത്തെ സിനിമയുടെ വിജയം, താങ്കളുടെ കഥാപാത്രത്തിൻ്റെയും കൂടെ വിജയം. ഇത് രണ്ടും പിന്നീട് വരുന്ന സിനിമകളിലേക്ക് ഒരു ബേർഡൻ ആയിട്ടുണ്ടോ? ബേർഡൻ എന്ന് ഉദ്ദേശിച്ചത് അത് ഉത്തരവാദിത്തത്തിൻ്റെ ബേർഡൻ ആയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കണ്ടാൽ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് സിനിമയോടെ നിർത്തും. അങ്ങനെ നിർത്തുന്ന ഒരുപാട് പേരുണ്ട്. നല്ല സിനിമ, നല്ല പേരുണ്ട്, അഭിനയിക്കാൻ പറ്റും, അതെ, അവാർഡൊക്കെ കിട്ടി, ഇനിയിപ്പോൾ അവിടെ നിർത്താമെന്ന് വിചാരിക്കുക. പക്ഷേ അതാണ് നമ്മൾ പേടി വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് കി യുനോ അവൻ്റെ മനസ്സിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു റെസ്പോൺസിബിലിറ്റി. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വൈസാവുക, വിവരം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പേടി വന്നാൽ നമ്മളത് നിർത്തിപ്പോകും. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് കടന്ന് ചിന്തിക്കും, ദൈവം ഞാൻ ഇത് ചെയ്താൽ പ്രശ്നം, അത് ചെയ്താൽ പ്രശ്നം. ഞാനിപ്പം വന്നിട്ടേ ഉള്ളൂ, ഐ എം വെരി മച്ച് എ ന്യൂബി. അപ്പം ഒരിക്കലും അവാർഡിന് വേണ്ടി അഭിനയിച്ചതല്ല, ഞാൻ വിചാരിച്ചിട്ട് പോലും അഭിനയിച്ച് നന്നാവുന്നു പോലും. സോ ഐ വുഡ് വോണ്ട് ടു എക്സ്പെരിമെൻറ്റ് റൈറ്റ് നൗ. ഇപ്പോഴാണ് എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയത്. ചിലപ്പോൾ അത് ശരിയാവും, വർക്കൗട്ട് ആവും, ചിലപ്പോൾ അത് പൊട്ടി പാളീസാവും. പക്ഷേ ഇപ്പോഴാണ് പഠിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു 10 സിനിമ കഴിഞ്ഞ ആൾക്കാർ പറയും ഇവർക്ക് ഇത് എക്സ്പീരിയൻസ് ആയില്ല, എന്നിട്ട് കുട്ടി എന്താ കാട്ടിക്കൂട്ടുന്നത്. ഇപ്പം പഠിച്ചാൽ എനിക്കറിയാം, ഓക്കെ ഇതെനിക്ക് വഴങ്ങും, ഇതെനിക്ക് വഴങ്ങില്ല, വഴങ്ങാത്ത സാധനങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ബെറ്റർ ആക്കാം, അങ്ങനെ. സോ ഒരുപാട് അതിനൊരു ബേർഡൻ ആക്കിയിട്ടോ ഒരുപാട് കടന്ന് ചിന്തിക്കുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ തുടക്കത്തിലേ ചൂസ് ചെയ്യായിരുന്നു, ഇപ്പോഴും ചൂസ് ചെയ്യാണ്. ഞാൻ ചൂസ് ചെയ്യായതുകൊണ്ടാണ് എൻ്റെ സിനിമ ആദ്യത്തെ സിനിമ അനുരാഗിരിക്കുന്ന വെള്ളമായത്. അല്ലേ അത് വേറെ ഏതെങ്കിലും ഒരു സിനിമ ആയേനെ. അപ്പം അതിനുശേഷം ഇപ്പോൾ ജോർജ് ഏട്ടൻ സ്പൂരം ചെയ്തതിൻ്റെ മെയിൻ റീസൺസിൽ ഏറ്റവും ആദ്യം തന്നെ മെർലിൻ എലിയല്ല എന്നുള്ളതായിരുന്നു. ഓമൽ ചിരിയോ ചമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൊൻ കതിരല്ല, കണ്ണു കവി പാടുമ്പോൾ നീലക്കടലല്ല, കെട്ടഴിച്ച കാർക്കൂന്തൽ മുട്ടോളമയില്ല. പിന്നെ എന്താണെന്താണോ തമ്മിലാദ്യം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിനുള്ളിൽ ആരോ ചൊല്ലി നീ എൻ പെണ്ണ്. ഓമൽ ചിരിയോ ചമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൊൻ കതിരല്ല. രജിഷ എന്നൊരു വ്യക്തി വിജയത്തിനെയാണോ പരാജയത്തിനാണോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഫേസിനെയാണോ എപ്പോഴും മുന്നിൽ കാണുന്നത്? ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ വെക്കാത്ത ഒരാളാണ്. കാരണം ഹോപ്പുണ്ട്, അതെ, ഹോപ്പ് ഉണ്ടാവണമല്ലോ, എന്നാൽ മാത്രമല്ലേ നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റും. പക്ഷേ എക്സ്പെക്ടേഷൻ ഇല്ല. ഞാനിപ്പോൾ അനുരാഗിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ എവിടെയായിരുന്നു? ലൈക്ക് ഞാൻ വിചാരിച്ച കൂവും,
ആൾക്കാർ നെഗറ്റീവ് പറയും, ആൾക്കാർക്ക് ഇഷ്ടാവില്ല. ഇതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സ്വയമായിട്ടൊരു മുൻകൂർ ജാമ്യം എടുത്താണോ? ജാമ്യം എടുക്കുന്നതല്ല. കാരണം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളി ഓഡിയൻസിന് ഞാൻ ജഡ്ജ്, അത് എൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ തെറ്റാണ്. ഡയറക്ടറുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ്, എൻ്റേത് മോശമാണെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഞാൻ പുതിയൊരു ആളായതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ജോർജ് സ്പുരത്തിലെ മെർലിൻ ഓൾസോ ഐ തോട്ട് കീൻ, എനിക്ക് അറിയായിരുന്നു ആൾക്കാർ പറയും കമ്പയർ ചെയ്യുന്നുള്ളത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഡിസൈഡഡ് ആയിരുന്നു ദാറ്റ് ഐ വോണ്ട് ടു ഡൂ ദിസ് ബിക്കോസ് ഐ വോണ്ട് ബ്രേക്ക് ഇറ്റ് എന്നുള്ളത്. ബ്രേക്ക് ആയി എന്ന് ആൾക്കാർ പറഞ്ഞപ്പം മെഗെയിൻ എനിക്ക് സന്തോഷമായി. സോ ഞാൻ അതാ പറയുക, ഒരു ന്യൂട്രൽ പേസിൽ എക്സ്പെക്റ്റേഷനൊക്കെ ഒന്ന് താഴ്ത്തിപ്പിടിച്ച്. കാരണം നമ്മൾ എന്താണെന്ന് അറിയോ, നമ്മൾ ഒരുപാട് ഹിറ്റാവുന്നൊക്കെ പ്രതീക്ഷിച്ച് ചിലപ്പോൾ അത് വർക്കൗട്ട് ആയില്ലേ സങ്കടം. പിന്നെ എന്തിനാ വെറുതെ ഡിപ്രസ്ഡ് ആയിരിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞല്ലോ സിനിമ കുറച്ചുകൂടെ മെച്യൂറായി തുടങ്ങി, സിനിമയിലെ ഇതേപോലെ ഡയലോഗ് അത്ര മെച്യൂർ പ്രേക്ഷകരായില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ നേരത്തെ പറഞ്ഞ ആക്സെപ്റ്റബിലിറ്റിയുടെ പ്രശ്നം. അങ്ങനത്തെ പ്രേക്ഷകരും ഉണ്ട്, അല്ലാത്ത പ്രേക്ഷകരും ഉണ്ട്. കാരണം ഞാൻ പറയാം, ജോർജ് സ്പുരത്തിൻ്റെ ഏകദേശം അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ സിനിമയാണ് ടേക്ക് ഓഫ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വർഷം ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസാണ് ടേക്ക് ഓഫ്. ആൻഡ് അത് സ്റ്റോറി ലൈൻ വിട്ടോളൂ, ആൾക്കാരുടെ പെർഫോമൻസസ് വിട്ടോളൂ, ഒന്നും വേണ്ട. എയർലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഒരു സിനിമയുടെ അതേ ഒരു ഗ്രാഫ് അവർക്ക് നമ്മളൊരു സാധാ മലയാള സിനിമയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. പക്ഷേ നമ്മളിപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കളക്ഷൻ റെക്കോർഡ്സ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് വേറെ ഇറങ്ങിയ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ പടമായിരിക്കും അല്ലേ. അപ്പം എന്ന് വെച്ചിട്ട് ടേക്ക് ഓഫ് ഫ്ലോപ്പാണോ? അല്ല, ടേക്ക് ഓഫ് കാണാനുമുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നു. സോ ഇൻ്റലിജൻറ്റ് അങ്ങനത്തെ മൂവീസ് കാണാൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഫെസ്റ്റിവൽ സമയത്ത് അല്ലേ, ഒരു ആഘോഷം വരുമ്പോൾ, അല്ലെങ്കിൽ വിഷു, ഓണം, ക്രിസ്മസ് ഒക്കെ വരുമ്പം ഒരു അടിപൊളി സിനിമ, ചിലപ്പോൾ ഒരു ലോജിക്കും ഇല്ലാത്ത സിനിമ ഒന്ന് ചിരിക്കാൻ വേണ്ടി കാണാൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈം ലൈറ്റും. സിനിമയിൽ വന്നപ്പം ഈ ചെറുപ്പത്തിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണോ സിനിമയിൽ കണ്ടത്? സിനിമയുടെ അകത്ത് ഞാൻ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. എൻ്റെ പ്രിവസിയെ ഞാൻ ഭയങ്കര, അതായത് ഞാൻ ശരിക്കും ഞാൻ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ആൾക്കാർക്ക് എന്നെ മനസ്സിലാവില്ല. കാരണം ഞാൻ അങ്ങനെ പോവും, മുടിയൊക്കെ കെട്ടി വന്നാൽ മുടി കെട്ടി കഴിഞ്ഞ പകുതി ആൾക്കാർക്ക് എന്നെ മനസ്സിലാവില്ല. കണ്ണടയൊക്കെ വെച്ച്. കാരണം എന്താണെന്നറിയോ, നമുക്കായി കുറച്ച് നേരം വേണം. ലൈക്ക് യു വോണ്ട് ടു ബി അലോൺ. ഐ ഡോണ്ട് വോണ്ട് ടു ബി ആക്ട്രസ് രജിഷ, ഐ വോണ്ട് ടു ബി അങ്ങനെ ഞാൻ രജിഷ മാത്രമായി എൻ്റെ നോർമൽസിയിൽ എനിക്ക് തോന്നുന്ന എന്തും ചെയ്യുക, എങ്ങനെ വേണം നടക്കാം, എങ്ങനെ വേണം ഇരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ അത് എനിക്കും വേണം. അതുകൊണ്ട് തന്നെ നെവർ എൻജോയ്ഡ് ഇറ്റ്. ഫെയിം എന്ന് പറയുന്ന സാധനം സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ആ ആക്ഷൻ മുതൽ കട്ട് വരെ വേറൊരാളാവാൻ പറ്റുക എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. അതായത് ഏത് പ്രൊഫഷൻ വേണമെങ്കിലും ആവാം, എന്തും ആവാം. നമുക്കൊരു മോശപ്പെട്ട ആളാവാം, ഒരു നല്ല ആളാവാം. നമുക്ക് ഒരു കഥ പറയാൻ ഇത്രയും നല്ലൊരു മീഡിയം വേറെ ഇല്ല. അതായത് നമ്മൾ വേറെ ഏത് മീഡിയത്തിലൂടെ കഥ പറയുമ്പോഴും ആൾക്കാരെ ഇത്ര നമുക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല, ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം ഒരു കഥ പറയാൻ സാധിക്കുക, ഒരു കഥാപാത്രം ആവാൻ സാധിക്കുക, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു 30 to 40 സെക്കൻഡ്സേ ഉള്ളൂ നമ്മൾ ആവുന്നുള്ളൂ. അതെല്ലാം കൂടെ കമ്പൈൻഡ് ആകുമ്പോഴാണ് ഒരു 2.5 മണിക്കൂർ പടം വരുന്നത്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. നെഞ്ചിനകത്തോ കണ്ട മുതലേ കണ്ണം നടച്ച കതു നിറയേ ശലമോന്റെ ഗീതം അറിയാതെ മെല്ലെ അലയാകുന്നുള്ളിൽ അതിലൊരേ സ്വരം. ചെറുതേക്കിൻ കാട്ടിൽ മനമാകും കൂട്ടിൽ കൊടിയേറും പൂരം അതിലലിഞ്ഞുലഞ്ഞുവാകടി. ഓമൽ ചിരയോ ചമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൊൻകതിരല്ല.